ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എങ്ങനെ കശുവണ്ടി കറി ഉണ്ടാക്കാം എന്നാണ്. ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കശുവണ്ടി പരിപ്പെടുത്ത് ചൂടുവെള്ളത്തിലിട്ട് തൊലി കളയുക. അതായത് കശുവണ്ടി പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ കയ്യുറയിൽ ഇട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക, അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കശുവണ്ടി വൃത്തിയാക്കി തോല് കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി വറുത്ത് വെച്ച തേങ്ങയാണ്. ഇതിൽ കുരുമുളക്, വെളുത്തുള്ളി ചേർത്താണ് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക. ശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കശുവണ്ടി പരിപ്പ് ചേർക്കുക. ശേഷം തക്കാളി ചേർക്കുകയാണ് വേണ്ടത്. തക്കാളി ചേർക്കുക. അതിലേക്ക് നമുക്ക് ഉള്ളി ചേർക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർക്കുക. അതിന് ശേഷം നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമുക്ക് മുളക് പൊടിയാണ് ചേർക്കാനുള്ളത്. ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കേണ്ടതാണ്. 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. കുക്കറിൽ ഒരു വിസിലിട്ടതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ചേർത്തതിന് ശേഷം ഇനി ഒരു 5 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് താളിപ്പാണ് ചേർക്കേണ്ടത്. അതിന് വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, പിന്നെ തേങ്ങാക്കൊത്ത്, ഇതൊക്കെയാണ് ചേർക്കേണ്ടത്. നമുക്ക് താളിപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിലേക്ക് ഒരു പാത്രം എടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കുക. ദെൻ അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കുക. പിന്നെ വറ്റൽമുളക് ചേർക്കുക. പിന്നെ കൂടെ കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കത് നന്നായി താളിച്ചെടുക്കാം. ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ കറി ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.